ഹലോ ഡിയേഴ്സ്, ഇതുവരെ നമ്മൾ പഠിച്ചത് ഡിപ്പെൻഡൻ്റ് ഉപയോഗിച്ചും ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സും ഉപയോഗിച്ചുള്ള മെഷ് അനാലിസിസ് ആണ് നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് മെഷ് അനാലിസിസിൽ കറണ്ട് സോഴ്സ് വന്നാൽ എന്തായിരിക്കുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മെഷ് അനാലിസിസ് ഒരു സ്റ്റെപ്പായിരുന്നു എന്ത്, ആ മെഷിൽ KVL അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഈ മെഷിൽ നമുക്ക് KVL അപ്ലൈ ചെയ്യാം. കാരണം ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് കാണാം, ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് കാണാം. ഓക്കെ, ഈ ലൂപ്പിൽ നമുക്ക് മെഷ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടുത്തെ വോൾട്ടേജ് കിട്ടും, ഇവിടുത്തെ വോൾട്ടേജ് കിട്ടും. ഇത് കറണ്ട് സോഴ്സ് ആണ്, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷ് അനാലിസിസ് അതായത് KVL അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഫൈൻഡ് മെഷ് കറൻസ് എന്നാണ്. രണ്ട് കറണ്ട് അസ്യൂം ചെയ്തു, I1ഉം I2ഉം അസ്യൂം ചെയ്തു. I1 എന്നാണ് ഈ മെഷിലൂടെ പാസ് ചെയ്യുന്നത്. അതായത് AB എന്ന് പറഞ്ഞ ബ്രാഞ്ചിലൂടെ I1 ആണ് പാസ് ചെയ്യുന്നത്, BC എന്ന് പറഞ്ഞ ബ്രാഞ്ചിലൂടെ I1 ആണ് പാസ് ചെയ്യുന്നത്, CF എന്ന് പറഞ്ഞ ബ്രാഞ്ചിലൂടെ I1ഉം പാസ് ചെയ്യുന്നുണ്ട്, I2ഉം പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ KVL അപ്ലൈ ചെയ്താൽ എന്തായിരിക്കും വരിക? -10 പ്ലസ് 4 ഇൻറ്റു ഇതിലൂടെ I1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 ഇൻറ്റു I1 എന്നാണ് കറണ്ട്, 4 ഇൻറ്റു I1 എന്നാണ് വോൾട്ടേജ്, പ്ലസ് 6 ഇൻറ്റു I1 മൈനസ് I2. I1 ഡയറക്റ്റ് ആണ്, I2 ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ 6I1 മൈനസ് I2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. അത് നമുക്ക് 4I1 പ്ലസ് 6I1 10I1 ആയി, മൈനസ് 6I2 ഈസ് ഈക്വൽ ടു എന്ത് 10 എന്ന് വന്നു. ഓക്കെ, ഇനി ഈ ലൂപ്പിൽ നമുക്ക് KVL അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ കറണ്ട് സോഴ്സിന് അക്രോസുള്ള വോൾട്ടേജ് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഈ CF എന്ന് പറഞ്ഞ ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് അളത്തേക്കാണ് I2ഉം I1ഉം എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. ഈ CD എന്ന് പറഞ്ഞ ബ്രാഞ്ചിലൂടെ ഏത് കറണ്ട് മാത്രം അസ്യൂം ചെയ്തിട്ടുണ്ട്? I2 എന്നുള്ള കറണ്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ DE എന്നുള്ളതിൽ നമ്മൾ അസ്യൂം ചെയ്ത കറണ്ട് എത്രയാണ്? I2 എന്നാണ്. പക്ഷെ E മുതൽ D വരെ 5 ആംപിയർ എന്തായിട്ടുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഈ D എന്ന് പറഞ്ഞ പോയിന്റിൽ KCL അപ്ലൈ ചെയ്താൽ മതി. I2 ഇങ്ങോട്ട് വരുന്നുണ്ട്, 5 ആംപിയർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ I2 ഈ 5 ആംപിയറിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് ഈ ബ്രാഞ്ചിലൂടെ പോണത്. ഈ DE എന്ന് പറഞ്ഞ ബ്രാഞ്ചിലൂടെ I2 ആണ് നമ്മൾ അസ്യൂം ചെയ്തത്, ആക്ച്വലായിട്ട് 5 ആംപിയർ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കുക? I2 ഈസ് ഈക്വൽ ടു -5 ആംപിയർ എന്ന് എടുക്കാം. ഓക്കെ, ഇതിൽ എന്തിൻ്റെ ആവശ്യമില്ല, KVL അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, I2 ഈസ് ഈക്വൽ ടു -5 ആംപിയർ എന്ന് എഴുതാം. ഓക്കെ, ഈ 5 ആംപിയറിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് എന്തിവിടെ മൈനസ് സൈന് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ I2 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10I1 മൈനസ് 6 ഇൻറ്റു I2 -5 ആണ്. -5 ഈസിക്വൽ ടു 10. അത് സോൾവ് ചെയ്താൽ I1 എത്ര കിട്ടി നമുക്ക്? -2 ആംപിയർ കിട്ടി, I2 -5 ആംപിയർ കിട്ടി. ഓക്കെ ആണല്ലോ. ഈ അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. യൂസിങ് മെഷ് കറന്റ് അനാലിസിസ്, ഫൈൻഡ് കറന്റ് ത്രൂ 5 ഓം റെസിസ്റ്റർ. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്യാറ്, ഓരോ ലൂപ്പിലും ഇതിൽ 4 മെഷ് ഉണ്ട്, 1 2 3 4 മെഷ് ഉണ്ട്. ഓരോ മെഷിനും ഓരോ കറന്റ് അസ്യൂം ചെയ്തു. ഈ മെഷിൽ I1, ഇതിൽ I2, ഇതിൽ I3, ഇതിൽ I4. ഈ മെഷിൽ KVL അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ ബ്രാഞ്ചിലൂടെ ആക്ച്വലായിട്ട് പോണത് 4 ആംപിയർ ആണ്. നമ്മൾ ഏതെടുത്തിട്ടുണ്ട്? I1 എന്നുള്ളത് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെഷ് നമുക്ക് എന്താ മനസ്സിലാക്കുക? I1 ഈസ് ഈക്വൽ ടു 4 ആംപിയർ ആണെന്ന് മനസ്സിലാക്കുക. ഈ ഇതിലൂടെ I2 ഇതേപോലെ പാസ് ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്നുണ്ട്. അതായത് 3 ആംപിയറിൻ്റെ അതേ ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ I2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതുക? 3 ആംപിയർ എന്ന് എഴുതുക. I4 ഈസ് ഈക്വൽ ടു ഈ 3 ആംപിയർക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ആകുമ്പോൾ തരും -3
3 ആംപിയർ എന്ന് എഴുതി. നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് I1ഉം I2ഉം I4ഉം എഴുതാം. ഓക്കെ, കറണ്ട് സോഴ്സ് ഉള്ളതുകൊണ്ട്. കീ ലൂപ്പിൽ അതേപോലെ എഴുതാൻ പറ്റൂല. അപ്പോൾ ഇതിലെന്ത് ചെയ്യണം? KVL അപ്ലൈ ചെയ്യണം. KVL അപ്ലൈ ചെയ്യണം. ഞാൻ ആദ്യം എന്ത് ചെയ്തു? പോളാരിറ്റീസ് മാർക്ക് ചെയ്തു. അപ്പോൾ KVL അപ്ലൈ ചെയ്താൽ 5 ഇൻറ്റു I3 മൈനസ് I1, ഇതിലൂടെ I3യും I1ഉം പാസ് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ I3യും I2ഉം പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 ഇൻറ്റു I3 മൈനസ് I1 പ്ലസ് 2 ഇൻറ്റു I3 മൈനസ് I2 പ്ലസ് 2 ഇൻറ്റു I3 മൈനസ് I4 പ്ലസ് 2 ഈസിക്കൽ ടു എന്ത് വരും? 0 എന്ന് വരും. ഓക്കെ, I1ൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്, I2ൻ്റെ വാല്യൂ ഉണ്ട്, I4ൻ്റെ വാല്യൂ ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 5I3 പ്ലസ് 2I3 പ്ലസ് 2I3 9I3 ആയിക്കാരം. മൈനസ് 20 ഇവിടെ ഉണ്ടാവരും, പ്ലസ് മൈനസ് 6 ഇവിടെ പ്ലസ് 6. അപ്പോൾ ഈ 6ഉം ക്യാൻസലായി. അപ്പോൾ മൈനസ് 20 പ്ലസ് 2 മൈനസ് 18. അത് ഇക്വേഷൻ അങ്ങോട്ട് പോകുമ്പോൾ 18 വന്നു. അപ്പോൾ I3ൻ്റെ വാല്യൂ 2 ആംപിയർ കിട്ടി. അപ്പോൾ I1 കിട്ടി, I2 കിട്ടി, I3 കിട്ടി, I4ഉം കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 5 ഓമിലൂടെ പോണ കറൻ്റാണ്. ഈ 5 ഓമിലൂടെ കറണ്ട് I3യും പാസ് ചെയ്യുന്നുണ്ട്, I1ഉം പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് I3 മൈനസ് I1 എന്നോ അല്ലെങ്കിൽ I1 മൈനസ് I3 എന്നോ എങ്ങനെയും എഴുതാം. ഓക്കെ, കറണ്ട് ചോദിച്ചിട്ടുണ്ട്. I1 മൈനസ് I3 എന്നോ I3 മൈനസ് I1 എന്നോ എഴുതാം. ഓക്കെ, അപ്പോൾ 5 ഓമിലൂടെ പോണത് I3 മൈനസ് I1. I3 ഇവിടെ 2 ആംപിയർ ആണ്, I1 4 ആംപിയർ ആണ്. 2 മൈനസ് 4 മൈനസ് 2 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ ഈ കറണ്ട് സോഴ്സ് രണ്ട് മെഷിന് ഇടയിൽ വന്നാൽ എന്തായി കാര്യം ചെയ്യാന്നാണ് അടുത്തത്. ഓക്കെ, ഇപ്പോൾ ഈ ഇവിടെ രണ്ട് മെഷ് ഉണ്ട്. അപ്പോൾ ഈ മെഷിൽ നമ്മൾ I1 എന്ന് അസ്യൂം ചെയ്തു, ഇവിടെ I2 എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അതിന് രണ്ട് മെഷിനും കോമൺ ആയിട്ടാണ് ഇവിടെ ഈ കറണ്ട് സോഴ്സ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ എലമെന്റ് ഉണ്ടല്ലോ എക്സ്ക്ലൂഡ് ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഒരു സൂപ്പർ മെഷ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു സൂപ്പർ മെഷ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സൂപ്പർ മെഷ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സൂപ്പർ മെഷ് എന്ന് വെച്ചാൽ രണ്ട് മെഷിന് കോമൺ ആയിട്ട് ഒരു കറണ്ട് സോഴ്സ്, അത് ഡിപ്പെൻഡൻ്റ് ആവാം ഇൻഡിപെൻഡൻ്റ് ആവാം, കോമൺ ആയിട്ട് വന്നാൽ അപ്പോൾ ഉള്ള മെഷിനാണ് എന്ത് പറയുന്നത്? സൂപ്പർ മെഷ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രണ്ട് മെഷിനിടയിൽ ഒരു കറണ്ട് സോഴ്സ് വന്നാൽ അപ്പോൾ അതിനെന്ത് പറയും? സൂപ്പർ മെഷ് എന്ന് പറയും. നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? KVL അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വോൾട്ടേജ് ഉണ്ട്, ഇവിടുത്തെ വോൾട്ടേജ് നമുക്കറിയാം 6 × I1, ഇവിടുത്തെ വോൾട്ടേജും 2 × I1 മൈനസ് I2 വരും. ഈ 6 ആംപിയറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? KVL അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിലും അതേപോലെ തന്നെ KVL അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സൂപ്പർ മെഷ് എന്ന് പറഞ്ഞ ഒരു ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യണേൽ I1 എടുത്തു, I2 എടുത്തു. ഈ ബ്രാഞ്ച് ഉണ്ടല്ലോ അതുകൊണ്ട് റിമൂവ് ചെയ്തു. ഓക്കെ, ഈ ബ്രാഞ്ച് റിമൂവ് ചെയ്തു. അതായത് സൂപ്പർ മെഷ് എന്ന് വെച്ചാൽ ഈ രണ്ട് മെഷിനിടയിൽ കറണ്ട് സോഴ്സ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് സോഴ്സും അതിന് സീരീസ് ആയിട്ടുള്ള എലിമെൻറ്റും എന്ത് ചെയ്യുക? നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതുണ്ട് റിമൂവ് ചെയ്താൽ ഇവിടെ എന്തൊക്കെ ഉണ്ടാവുക? ഈ -20 വോൾട്ട് അതേപോലെ തന്നെ ഉണ്ടാവും, ഈ 6 ഓം ഉണ്ടാവും, ഈ 10 ഓം ഉണ്ടാവും, ഈ 4 ഓം ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ 6 ഓമിലൂടെ പോണ കറണ്ട് I1 തന്നെ കരം, ഈ 10ലൂടെയും 4ലൂടെയും ഏതേക്കരം ഈ I2 എന്നുള്ള കറണ്ടിനേക്കരം പാസ് ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ സൂപ്പർ മെഷിൽ നമ്മൾ എന്ത് ചെയ്യും? KVL അപ്ലൈ ചെയ്യും. ഓക്കെ, ഈ സൂപ്പർ മെഷിൽ KVL അപ്ലൈ ചെയ്യാം. അപ്പോൾ -20 പ്ലസ് 6 × I1 പ്ലസ് 10 × I2 പ്ലസ് 4 × I2 ഈസ് ഇക്വൽ ടു 0 എന്ന് വരും. ഇത് -20 പ്ലസ് 6 × I1 പ്ലസ് 10 × I2 പ്ലസ് 4 × I2 ഈസ് ഇക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ 6I1 ഉണ്ട്,
10 പ്ലസ് 4 14 ആയിട്ടു മൈനസ് 20 ഇങ്ങോട്ട് എടുത്ത് 20 എന്ന് വന്നു. ഓക്കെ, ഇതിൽ എത്ര വേരിയബിളായി? 2 വേരിയബിളായി. ഓക്കെ, നമുക്ക് 2 വേരിയബിൾ ഉണ്ടെങ്കിൽ 2 ഇക്വേഷൻ വേണം സോൾവ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇവിടെ ഒരു നോഡ് ഉണ്ട്, ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ. ഈ ബ്രാഞ്ചിലൂടെ പോണത് I2 ആണ്, ഇതിലൂടെ പോണത് I1 ആണ്. അപ്പോൾ ഈ I2 ഇവിടെ KCL അപ്ലൈ ചെയ്യാം. കിർച്ചോഫ്സ് കറന്റ് ലോ. കറന്റ് എൻട്രിങ് ഈസ് ഇക്വൽ ടു എന്താണ്? കറന്റ് ലീവിങ് ആണ്. അപ്പോൾ ഈ ജംഗ്ഷനിലോട്ട് വരുന്ന കറന്റുകൾ ഏതൊക്കെയാണ്? I2 എന്നുള്ളതാണ് ഈ ജംഗ്ഷനിൽ വരുന്ന കറന്റ്. ഇങ്ങോട്ട് I1ഉം ഇങ്ങോട്ട് 6ഉം പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ I2 ഈസ് ഇക്വൽ ടു എന്ത് വരും? 6 ആംപിയർ പ്ലസ് I1 എന്ന് വരും. ഓക്കെ, I2 ഈസ് ഇക്വൽ ടു 6 ആംപിയർ പ്ലസ് I1 എന്ന് കിട്ടും. ഓക്കെ, അതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഈ I2ന്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ വാല്യൂസ് കണ്ടുപിടിച്ചാൽ 2 ഇക്വേഷനും സോൾവ് ചെയ്താൽ I1ഉം I2 നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർക്കേണ്ടത് എന്താണ്? 2 മെഷീന് കോമൺ ആയിട്ട് കറന്റ് സോഴ്സ് വരുന്നുണ്ടാവും നോക്കുക. ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ച് റിമൂവ് ചെയ്തിട്ട് KVL അപ്ലൈ ചെയ്യാം. ഓക്കെ, KVL അപ്ലൈ മാത്രമേ റിമൂവ് ചെയ്യണുള്ളൂ. ആക്ച്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യണില്ല? റിമൂവ് ചെയ്യണില്ല. ഓക്കെ, ഇതേപോലത്തെ ഒരു പ്രോബ്ലം കൂടി നോക്കാം. യൂസ് മെഷ് കറന്റ് അനാലിസിസ് ഫൈൻ കറന്റ് ത്രൂ 10 ഓം റെസിസ്റ്റർ. നമുക്ക് ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഓക്കെ, എല്ലാറ്റിലും ഇവിടെ എന്തില്ല? കറന്റ് സോഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ പൊളാരിറ്റി മാർക്ക് ചെയ്തു, പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. അപ്പോൾ എന്താ ചെയ്യുക? -2 പ്ലസ് 1 ഇൻറ്റു I1 പ്ലസ് 10 ഇൻറ്റു I1 മൈനസ് I2 ഈസ് ഇക്വൽ ടു 0 എന്ന് വന്നു. അതിനെ 11 I1 മൈനസ് 10 I2 ഈസ് ഇക്വൽ ടു 2 എന്ന് എഴുതി. ഇനി ഈ രണ്ടാമത്തെ ലൂപ്പും മൂന്നാമത്തെ ലൂപ്പും സെക്കൻഡ് മെഷും തേർഡ് മെഷും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സൂപ്പർ മെഷ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ KVL അപ്ലൈ പറ്റില്ല, ഇതിലും KVL അപ്ലൈ പറ്റില്ല. ഈ രണ്ട് മെഷ് 2നും മെഷ് 3ക്കും കോമൺ ആയിട്ട് എന്തുണ്ട്? കറന്റ് സോഴ്സ് ഉണ്ട്. അപ്പം നമുക്കിവിടെ KVL അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? KCL അപ്ലൈ ചെയ്യും. I3ന്റെ അതേ ഡയറക്ഷനാണ് 4 ആംപിയർ. I2 എന്നുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ I3 മൈനസ് I2 ഈസ് ഇക്വൽ ടു 4 ആംപിയർ എന്ന് എഴുതാം. ഒന്നും ഇവിടെ KCL അപ്ലൈ ചെയ്യാം. അതായത് I3 ഇങ്ങോട്ട് ടേക്കരം, I4 അല്ല 4 ആംപിയർ ഇങ്ങോട്ടും I2 ഇങ്ങോട്ടേക്കരം. അപ്പോൾ I3 ഈസ് ഇക്വൽ ടു 4 പ്ലസ് I2 എന്നാവും. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്ഷൻ നേരിട്ടിനെ നോക്കി എഴുതാം. I3ന്റെ അതേ ഡയറക്ഷനാണ് 4 ആംപിയർ. I2 ആണെങ്കിൽ 4 ആംപിയറിന് നേരെ ഓപ്പോസിറ്റ്. ഈ ബ്രാഞ്ചിലൂടെ I3 പാസ് ചെയ്യുന്നുണ്ടാവും, I2 പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ I3 മൈനസ് I2 ഈസ് ഇക്വൽ ടു എന്ത് വരും? 4 ആംപിയർ എന്ന് വരും. ഓക്കെ, അതാണ് സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ സൂപ്പർ മെഷിൽ എന്താ ചെയ്യുക? KVL അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സാധനം ഞാൻ എന്ത് ചെയ്തു? എക്സ്ക്ലൂഡ് ചെയ്തു. ഈ സാധനം എക്സ്ക്ലൂഡ് ചെയ്തു, പൊളാരിറ്റീസ് മാർക്ക് ചെയ്തു. ഈ റെസിസ്റ്റർ കൂടി പോണത് I2 ആണ്, ഈ റെസിസ്റ്റർ കൂടി പോണത് I3 ആണ്. അപ്പോൾ ഇവിടെ എന്തേക്കാരം വരിക? 10 ഇൻറ്റു I2 മൈനസ് I1 10 into I2 minus I1 plus 5 into I2 plus 15 into I3 is equal to എന്ത് വരും? 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിനെ I1ഉം I2ഉം I3ഉം സെപ്പറേറ്റ് ആക്കി എഴുതി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. ഈ 3 ഇക്വേഷൻസ് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യുക. കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡോ മെട്രിക്സ് ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കാണാം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇത് ചെയ്യണതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പോൾ I1ഉം I2ഉം I3ഉം കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കറന്റ് ത്രൂ 10 ഓം റെസിസ്റ്റർ ആയിരുന്നു. ഈ 10 ഓമിലൂടെ ഏതൊക്കെ പാസ് ചെയ്യുന്നുണ്ട്? I2ഉം പാസ് ചെയ്യുന്നുണ്ട്, I1ഉം പാസ് ചെയ്യുന്നുണ്ട്. ഒന്നങ്ങ് I1 മൈനസ് I2 എന്നോ അല്ലെങ്കിൽ I2 മൈനസ് I1 എന്നോ എഴുതാം. ഓക്കെ, ഇനി ഇതിനെ കുറിച്ചുള്ള ഇനി വോൾട്ടേജ് ആണ് ചോദിച്ചതെങ്കിൽ എന്ത് എഴുതണം? 10 ഇൻറ്റു I2 മൈനസ് I1 എന്ന് എഴുതണം, അല്ലെങ്കിൽ 10 ഇൻറ്റു I1 മൈനസ് I2 എന്ന് എഴുതണം. ഇതിനെ കുറിച്ചുള്ള പവർ ചോദിച്ചാലോ? ഈ വാല്യൂവിൻ്റെ സ്ക്വയർ ഇൻറ്റു ഈ റെസിസ്റ്റർ. ഓക്കെ,
ഇതേപോലെ ഇത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉപയോഗിച്ചിട്ട് സൂപ്പർ മെഷ് എങ്ങനെയാണെന്നുള്ളതാണ് ഇതുള്ളത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ ഡിപ്പെൻഡൻറ്റിൻ്റെ വാല്യൂ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് I1ഉം I2 തന്നിട്ടില്ല, നമ്മൾ അസ്യൂം ചെയ്തു ഇവിടെ I1 ആണ് ഇവിടെ I2 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ വി എക്സ് എന്തേ കാര്യം വരിക, ഈ വി എക്സ് എന്നുള്ളത് ഈ 2 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ 2 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 2 ഇൻറ്റു അതിലൂടെ പോണ കറന്റ്, ഇതിലൂടെ പോണ കറന്റ് I1 ആണ്. അപ്പോൾ 2 ഇൻറ്റു I1 എന്നുള്ളതാണ് ഇതിലൂടെ ഉള്ള കറന്റ്. പക്ഷെ ഇവിടെ മൈനസിലോട്ടാണ് I1 എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ വി എക്സ് ഈക്വൽ ടു എന്തേ കാര്യം വരിക, -2 I1 എന്നുള്ള കാര്യം വി എക്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് അതൊക്കെ. ഇനി ഇതെന്താണ്, സൂപ്പർ മെഷ് ആണ്. കാരണം രണ്ട് മെഷിനും ഇടയിൽ എന്തുണ്ട്, കറണ്ട് സോഴ്സ് ഉണ്ട്. അപ്പോൾ കറണ്ട് സോഴ്സിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്തേക്കാരം വരിക, I2 മൈനസ് I1. I2 ഈ 2 ആമ്പറിന് അതേ ഡയറക്ഷൻ ആണ്, I1 എന്താണ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ I2 മൈനസ് I1 ഈസ് ഈക്വൽ ടു എന്തേക്കാരം 2 ആമ്പിയർ എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പർ മെഷിൽ KVL അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ സാധനം ഇതുണ്ടല്ലോ അത് എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ KVL അപ്ലൈ ചെയ്യണം. ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് -VX ആണെന്നുള്ളത്. അപ്പോൾ ഈ ഇവിടെ KVL അപ്ലൈ ചെയ്തുമ്പോൾ -VX അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. 2 ഇൻറ്റു I1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, 2 ഇൻറ്റു I1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ എന്തെങ്കിലും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്ത്, -VX എന്ന്. ഇവിടെ മൈനസ് ഇവിടുത്തെ വാല്യൂ എത്രയാണ്, -4 ആണ്. പ്ലസ് 3 ഇൻറ്റു I2 പ്ലസ് 5 ഇൻറ്റു VX ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ തന്നിട്ടുള്ളത് -4 വോൾട്ട് എന്നാണ്. ഈ ഇതെന്താണ്, നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും -VX -4 എന്ന് വരും. ഓക്കെ, അപ്പോൾ -VX പ്ലസ് 5VX 4VX വരും, 3I2 വരും, പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഈ VX-ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -2I1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, I1ഉം കിട്ടും I2ഉം കിട്ടും. ഓക്കെ, നമ്മളോട് ചോദിച്ചുള്ളത് 3 ഓം റെസിസ്റ്റർ കൂടിയുള്ള കറണ്ട് ആണ്. 3 ഓമിലൂടെ പോണ കറണ്ട് ഏതാണ്, I2 മാത്രമാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ I2 ഈസ് ഈക്വൽ ടു എന്ത് വരും, 4 ആമ്പിയർ എന്ന് വരും. അടുത്ത പ്രോബ്ലം 3 മെഷ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെഷും സെക്കൻഡ് മെഷും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനും കോമൺ ആയിട്ട് കറണ്ട് സോഴ്സ് ഉണ്ട്. രണ്ടാമത്തെ മെഷീനും മൂന്നാമത്തെ മെഷീനും കോമൺ ആയിട്ട് എന്തുണ്ട്, കറണ്ട് സോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെഷും സെക്കൻഡ് മെഷും, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതാം. I1ൻ്റെ അതേ ഡയറക്ഷനാണ് ഇതുള്ളത്, I2 എന്നുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ I1 മൈനസ് I2 ഈസ് ഈക്വൽ ടു വരും 2 ആമ്പിയർ എന്ന് എഴുതാം. മെഷ് 1ഉം മെഷ് 2ഉം കൂടിയുള്ള സൂപ്പർ മെഷിൻ്റെ KCL അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടും, I1 മൈനസ് I2 ഈസ് ഈക്വൽ ടു 2 ആമ്പിയർ എന്ന് കിട്ടി. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ മെഷും മൂന്നാമത്തെ മെഷും എന്താണ്, സൂപ്പർ മെഷാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, 2I1 എന്നുള്ളത് I3ൻ്റെ ഡയറക്ഷനാണ്. ഈ ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആണ്, അതിൻ്റെ വാല്യൂ ആണ് എന്ത്, 2I1 എന്നുള്ളത്. I3 2I1ൻ്റെ അതേ ഡയറക്ഷനാണ് I2, ഈ 2I1ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ I3 മൈനസ് I2 ഈസ് ഈക്വൽ ടു വരും 2I1 എന്ന് വരും. I3 മൈനസ് I2 ഈസ് ഈക്വൽ ടു 2I1 എന്ന് വരും. ഇതിന് ഈ പ്ലസ് I2 ഇങ്ങോട്ട് എടുത്തു, അപ്പോൾ 2I1 പ്ലസ് I2 മൈനസ് I3 ഈസ് ഈക്വൽ ടു വരും 0 എന്ന് വരും. ഓക്കെ, ഇതാണ് എന്ത്, സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കൂടി വേണം. ഇവിടെ എന്തുണ്ട്, 3 വേരിയബിൾ ഉണ്ടെങ്കിൽ 3 ഇക്വേഷൻസ് വേണം. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻസ് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സൂപ്പർ മെഷിലത്തെ ഈ കറണ്ട് സോഴ്സ് ആളൊക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലൂടെ പോണ കറണ്ട് I1 ആണ്, ഇതിലൂടെ I2 ആണ്, ഇതിലൂടെ I3 ആണ്. അപ്പോൾ I1 എന്ത് ചെയ്തു, പ്ലസ് ഇട്ട് കൊടുത്തു,
I2 എൻട്രീനോടത്തും പ്ലസ് ഇട്ടെടുത്തു, I3 എൻട്രീനോടത്തും പ്ലസ് ഇട്ടെടുത്തു. എന്നിട്ട് KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ -15 പ്ലസ് 10 ഇൻറ്റു I1 പ്ലസ് 20 പ്ലസ് 5 ഇൻറ്റു I2 പ്ലസ് 4 ഇൻറ്റു I3 മൈനസ് 40 ഈക്വൽ ടു 0 എന്ന് വന്നു. അതിലെ 14I1 ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് തേർഡ് ഇക്വേഷൻസ് ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ഇക്വേഷൻസ് ആയി. അപ്പോൾ 3 ഇക്വേഷൻസ് എന്താ ചെയ്യുക, സോൾവ് ചെയ്താൽ നമുക്ക് ഈ വാല്യൂസ് കിട്ടി. കാണല്ലോ, പ്രോബ്ലംസ് എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതാ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 മെഷും കൂടി എന്തൊക്കെയാലും സൂപ്പർ മെഷ് ആയിക്കാരം. ഇത് ഒന്നാമത്തെ മെഷ്, ഇത് രണ്ടാമത്തെ മെഷ്, ഇത് മൂന്നാമത്തെ മെഷ്. ഫസ്റ്റ് മെഷും സെക്കൻഡ് മെഷും കൂടി എന്ത് ചെയ്യും, സൂപ്പർ മെഷ് ഫോം ചെയ്യും. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഒരു 3 ആംപിയർ ഉണ്ട്. അപ്പോൾ I1ൻ്റെ അതേ ഡയറക്ഷനാണ് 3, I2 എന്നുള്ളത് ഓപ്പോസിറ്റ്. അപ്പോൾ I1 മൈനസ് I2 ഈക്വൽ ടു 3 ആംപിയർ എന്ന് കിട്ടി. എന്നിട്ട് ഈ ബ്രാഞ്ച് റിമൂവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ KVL അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ KVL അപ്ലൈ ചെയ്യാം. ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ എന്തുണ്ട്, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ ബ്രാഞ്ചിലൂടെ ആക്ച്വലായിട്ട് പോണത് 10 ആംപിയർ ആണ്. നമ്മൾ അസ്യൂം ചെയ്തുള്ളത് I3 ഈക്വൽ ടു 10 ആംപിയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ I3 ഈക്വൽ ടു 10 ആംപിയർ കിട്ടി. ഇവിടെ I1 മൈനസ് I2 ഈക്വൽ ടു 3 ആംപിയർ എന്നിട്ട് ഇവിടുന്ന് KVL അപ്ലൈ ചെയ്താൽ, ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്താൽ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനും കിട്ടും. ഓക്കെ, ആ 3 ഇക്വേഷൻ സോൾവ് ചെയ്താൽ 3 കറൻസും കിട്ടും. അതേപോലെ തന്നെ ഇതും ഈ മെഷും കൂടി ഇനിയും കോമൺ ആയിട്ട് കറണ്ട് സോഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, I2ൻ്റെ ഡയറക്ഷനിലാണ് വരിക. ഇത് 5 ആംപിയർ, I1 ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ I2 മൈനസ് I1 ഈക്വൽ ടു 5 ആംപിയർ എന്ന് വരും ഈ ലൂപ്പിൽ. എന്നിട്ട് ഈ ലൂപ്പിൽ എന്താ ചെയ്യുക, KVL അപ്ലൈ ചെയ്യുക. ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുക. ഇവിടെ ആണെങ്കിൽ I3 ഈക്വൽ ടു എന്തായിരിക്കാനും വരിക, V2/2 എന്ന് കിട്ടും. V2 എന്ന് വെച്ചാൽ 2 ഇൻറ്റു I1 എന്നായിരിക്കാനും വരിക. ഓക്കെ, ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.